വൈകാരികമായ രംഗങ്ങളാണ് ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മുടി പൂർണ്ണമായും വടിച്ചു കളയുന്നവരുൾപ്പെടെ ഉണ്ട്, പ്രതിഷേധിക്കുകയാണ്. ഇത്ര ദിവസം സമരം ചെയ്തിട്ടും ഒന്നും കിട്ടാത്തതിലുള്ള പ്രതിഷേധമാണ് ഈ കാണുന്നത്. ഒരുപാട് സമരങ്ങൾ കണ്ട സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെയൊരു സമരം ഇതുവരെ കണ്ടു കാണില്ല. 50 ദിവസമായി ആശാപ്രവർത്തകർ കൊള്ളുന്ന വെയിലിനെ അവഗണിച്ചുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയത്. അതിലും കൊള്ളുന്ന ജീവിത സാഹചര്യമാണ് അവർക്കുള്ളത്. അതിൽ എന്തെങ്കിലും തരത്തിലൊന്ന് പച്ചപിടിക്കാൻ വേണ്ടിയാണ് കുറച്ചെങ്കിലും കഴിയാവുന്ന ഒരു തുക സർക്കാരിനോട് ഓണറേറിയമായി കൂട്ടിച്ചോദിക്കുന്നത്. അതുപോലും നൽകുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയൊക്കെ പരിഹസിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഈ പാവങ്ങളെ പരിഹസിക്കുകയും ചെയ്തു. ജസ്റ്റിന തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജസ്റ്റിന തന്നെ സെക്രട്ടറിന് മുന്നിലുള്ള എത്ര സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സമരം ഇതുവരെ കണ്ടിട്ടേ ഇല്ല അല്ലെ? ഇതെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമോ? അഞ്ജിത, സെക്രട്ടേറിയറ്റ് പരിസരം അതിവൈകാരിക ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് സെക്രട്ടേറിയറ്റ് പരിസരം മുന്നോട്ട് പോകുന്നു. ഈ സ്ത്രീകളോട് അനുഭാവം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയിൽ അവരോടൊപ്പം ചേർന്ന് മുടി മുറിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ വൈദികൻ പറഞ്ഞത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാണാം, വിവിധ ഇടങ്ങളിൽ ഇരുന്ന് സ്ത്രീകൾ ഇപ്പോൾ മുടി മുറിച്ച് പ്രതിഷേധിച്ചതിന് ശേഷം നിൽക്കുന്നതാണ് കാണുന്നത്. സമരവേദിയിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോൾ മുടി മുറിച്ചും പ്രതിഷേധിച്ചു. തീർച്ചയായും ഞങ്ങളുടെ സ്ത്രീയെ സംബന്ധിച്ച് മുടി മുറിക്കുക എന്ന് പറഞ്ഞാൽ അവളെ കഴുത്ത് മുറിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഞങ്ങൾ ആ ഒരു പ്രതിഷേധം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 50 ദിവസങ്ങൾ, 50 ദിനരാത്രങ്ങൾ, രാവും പകലും, മഴയും മഞ്ഞും പൊരിവെയിലും കൊണ്ടിട്ട് ആശമാരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നില്ല. ലോകത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിലേക്ക് ഞങ്ങളുടെ പ്രതിഷേധ സമരത്തെ ഞങ്ങൾ വെക്കുകയാണ്. ഈ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിലും ലോക മനസാക്ഷി ആശമാർക്ക് നേരെ കണ്ണു തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഈ ചരിത്രം കണ്ട ഏറ്റവും സത്യസന്ധമായ ഒരു സമരമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഇത് ജനങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. നിരാഹാര പന്തലിലുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ എല്ലാം കൈകളിൽ അവർ മുറിച്ചു മാറ്റിയ മുടികളുമുണ്ട്. അസാധാരണമായിട്ടുള്ള പ്രതിഷേധം, അസാധാരണമായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അരങ്ങേറുന്നത്. അവർക്ക് എന്താ പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. നമ്മുടെ ഈ അമ്മമാരുടെ കണ്ണുനീരാണ് അത്രയും. അവരുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുലം തന്നെ മുടിഞ്ഞു പോകും ഈ മുടി മുറിക്കലിലൂടെ. അത് തന്നെ പറയാനുള്ളത്. അവര് കുലം മുടി ഇരിക്കുന്ന സ്ഥലം കൂടെ മുടിഞ്ഞു പോകും. വലിയ വൈകാരിക പ്രതികരണങ്ങളാണ് സ്ത്രീകൾ നടത്തുന്നത്. കൈക്കൊക്കെ ഒരു പരിക്കേറ്റ ചേച്ചിയുണ്ട്. അവരും മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിലാണ്. അതെ, നമ്മുടെ പ്രതിഷേധമെന്ന് പറഞ്ഞ സ്ത്രീ മുറി മുടിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയുടെ ഒരു അവയവം മുറിച്ചു മാറ്റുന്ന ഒരു രീതി തന്നെയാണ്. അത്ര വൈകാരികമായി ഒരു ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിന് വേണ്ടിയിട്ട് ഈ 50 ദിവസം പിന്നിടുന്ന ഈ വേളയിലും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നതും, നിരാഹാര സമരം 12-ാം ദിവസം പിന്നിടുകയാണെന്ന് എന്നിട്ട് പോലും അധികാരികൾ, നമ്മൾ വ്യക്തികളോടല്ല ചോദിക്കുന്ന, ഭരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനോടാണ് നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നത്. അത്രമേൽ നമ്മുടെ പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം, കർണകി ചരിതമെന്ന് നമ്മൾ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീകളെ അപമാനിക്കുകയും ഇത്ര മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ നമ്മുടെ ഒരു പ്രതികാരത്തിന്റെ പ്രതീകം തന്നെയാണ് ഈ മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ആ രീതിയിൽ അവര് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. നിരാഹാര പന്തലിലേക്ക് കൂടി പോകാം. നിരാഹാര പന്തലിലും ആ രീതിയിലുള്ള സമര രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എല്ലാവരും മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിൽ പങ്കുകാരാകുന്നു. നിരാഹാരം കിടക്കുകയാണ് 3 ദിവസമായിട്ട്. ഞാനും മുടി മുറിച്ചു. നമ്മുടെ സഹനത്തിന്റെ ഒരു സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സർക്കാർ ഞങ്ങളെ ഇത്രയും ദ്രോഹിച്ച് ഈ 50 ദിവസമായി തെരുവോരത്തിട്ടിട്ടും ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർ തയ്യാറായില്ല. നമ്മൾ സ്വയം പീഡിതരായിക്കൊണ്ടാണ് ഞങ്ങൾ ഓരോ സമരമുറകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇനിയും ഞങ്ങള് പല സമരമുറകളുമായിട്ട് നമ്മളെ സമരം കണ്ടില്ല, ജീവൻ വരെ പോയാലും ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതിനിടവഴി സർക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരം എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടതന്നെ സമൂഹം ഏറ്റെടുത്ത ഒരു സമരമാണിത്. അതിങ്ങനെ ഒരു തെരുവോരത്ത് കിടന്നു ഞങ്ങൾ ഈ അലഞ്ഞു നരിഞ്ഞ് നടക്കുന്നത് സർക്കാർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവർ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ആശാപ്രവർത്തകരുടെ അതുപോലെ നടത്തി സമരമാണ്, മുടിമുറിച്ചുള്ള പ്രതിഷേധമാണ് കണ്ടത്. രംഗങ്ങളാണ്. അത് കേവലം ഒരു മുടിമുറിക്കലല്ല, സഹന സമരമാണ്. 50 ദിവസമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ്